സലാലയിൽ ഇന്ന് അവിടെ ഇവിടെയൊക്കെ മഴ പെയ്തു എന്ന് കേട്ടു. സലാലയിൽ മഴ പെയ്യണമെങ്കിൽ അപ്പോൾ പിന്നെ ജബലിലായിരിക്കും ആദ്യം മഴ പെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് ജബലിൽ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല, ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അധിക ദൂരം പോവാൻ നിന്നില്ല, പോയിട്ട് കാര്യമില്ല. ഏകദേശം ഈ ഒരു സീൻ തന്നെയാവും ജബലിൻ്റെ മുകളിൽ മിക്കവാറും. അപ്പം നമ്മളവിടെ വഴിയിലാണ്ട് ഒരു കോഫി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ മെല്ലെ ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് കുറേ പാറകൾ. പിന്നെ ഇതാ ഈ കാണുന്നതാണ് കുന്തിരിക്കത്തിൻ്റെ മരം. നോക്കുമ്പോൾ അതുമ്പോൾ ഒന്നും ആയിട്ടില്ല. എന്താ അതിൻ്റെ സീസണാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും കാണാൻ എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലം പോലെ. ഇതിനി മഴ പെയ്ത് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്നത് മൊത്തം ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ താഴെ ടൗണ് കാണാം, അതായത് നമ്മുടെ സലാല ടൗൺ ഏരിയ കാണാം. രാത്രിയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ വെയിലായതുകൊണ്ട് കുറച്ച് ഡിമ്മായിട്ടാണ് കാണുന്നത്. എന്നാലും താഴെ ഉള്ള അത്ര ചൂട് ഇവിടെ ജബലിൻ്റെ മുകളിലില്ല കേട്ടോ. അവിടെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ പച്ചപ്പൊക്കെ. ഈ പാറകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അടുക്കി വെച്ച പോലത്തെ പാറകൾ. ഇതാ ജബല് കുറേശ്ശെ പച്ച പിടിച്ച് തുടങ്ങി. ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ജബല് താഴേന്ന് നോക്കുമ്പോഴോ അകലിന്ന് നോക്കുമ്പോൾ ഒക്കെ ഒരു ചാരക്കളറാവും. ഇപ്പോൾ ഏതാണ്ട് ഒരു പച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നല്ല മഴയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. ഇതാ കാണണില്ലേ, മഴമേഘങ്ങൾ നന്നായിട്ട് ജബലിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ സലാല നല്ല മഴ തുടങ്ങും, അതായത് സീസൺ തുടങ്ങും, ഫെസ്റ്റിവൽ തുടങ്ങും. ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സൈഡിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വരുന്നത്. ഞാനീ പാറകളെ നോക്കുമായിരുന്നു. ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ നടുക്കൊക്കെ ഓരോ വലിയ കുഴികൾ, അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള പാറകൾ. ഇനി മഴ പെയ്ത് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അവിടെ വരണമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. അപ്പം എന്തായാലും സീനറി വേറെ ആയിരിക്കും കേട്ടോ, ഈ കാണുന്ന പോലെയൊന്നും ആവില്ല. ചിലപ്പോൾ ഈ പാറകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവാനും സാധ്യതയുണ്ട്. എന്തായാലും ഒന്നുകൂടി വരാമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ പോന്നു.